ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഫോണിലെ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ നമുക്ക് ലോഗൗട്ട് ചെയ്യാമെന്നാണ്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ആവശ്യം കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും, ലോഗൗട്ട് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലോഗൗട്ട് പിന്നെ അടിക്കണം എന്നുണ്ടെങ്കിൽ ആ ലോഗൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇപ്പോൾ ഉണ്ടാവും. പക്ഷേ നമുക്ക് റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് ലോഗൗട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. റിമൂവ് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് ലോഗൗട്ട് ചെയ്യാം. പക്ഷേ ലോഗൗട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കുന്നില്ല. അതിന് പകരം റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷനാണ് കാണുക. അങ്ങനെ നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് പിന്നെ ലോഗൗട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിനായി നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന ശേഷം മടിയിലിട്ട് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിട്ട് അക്കൗണ്ട് ആൻഡ് ബാക്കപ്പ് എന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിനനുസരിച്ചാണ് ഉണ്ടാവുക. അതിനുശേഷം ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ ഫസ്റ്റ് തന്നെ മാനേജ് അക്കൗണ്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ അക്കൗണ്ട് ആൻഡ് ബാക്കപ്പ് എന്ന് കാണുന്നില്ലെങ്കിൽ സെർച്ച് ഐക്കണിൽ മാനേജ് അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ മാനേജ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. അതിലെന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള ജിമെയിലുകൾ മൊത്തം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ജിമെയിലാണ് ലോഗൗട്ട് ആക്കേണ്ടതെന്ന് വെച്ചാൽ ആ ജിമെയിൽ എന്ത് ചെയ്യുന്നു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അടിയിലായിട്ട് കാണാൻ സാധിക്കും റിമൂവ് അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലെന്ത് ചെയ്യുന്നത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ നിന്നും ആ അക്കൗണ്ട് ലോഗൗട്ട് ആവുന്നതാണ്. പക്ഷേ ഈ റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പലരാളും ചോദിക്കും അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുന്നു. അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകുന്നില്ല. നമ്മുടെ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ലോഗൗട്ട് ആകുന്നത് പോലെ ഈ ജിമെയിൽ അക്കൗണ്ട് ലോഗൗട്ട് ആയി പോകുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഈസി ആയിക്കൊണ്ട് തന്നെ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ലോഗൗട്ട് ആകാൻ പറ്റുന്നതാണ്. വീഡിയോ നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ പിന്നെ ഒരു അടിപൊളി വീഡിയോ അടുത്തിട്ട് കാണാം.